ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹാജറാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചമ്മന്തിപ്പൊടിയാണ്. 2 തേങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 2 പാക്കറ്റ് തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ചിരകിയ തേങ്ങയാണ് ഇവിടെ കിട്ടുന്നത്. നല്ല ചിരകിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ ഞാനൊരു 2 തേങ്ങ വെച്ചിട്ടാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 2 ബോക്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 2 തേങ്ങ ഒന്നല്ല, ഇത് അധികം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 3 കപ്പ് തേങ്ങ വെച്ചിട്ട് ഒരു 2 തേങ്ങൻ്റെ അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് സാധാരണ നോൺ സ്റ്റിക്ക് ആയാലും ആവും. നോൺ സ്റ്റിക്ക് തവയാണെങ്കിലാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സാധാരണ നമ്മളെ വീട്ടിലെല്ലാം ഉള്ള അതേ ചട്ടിയായാലും മതിയാവും. അപ്പോൾ ഞാൻ ഇതാ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ. അതിലേക്ക് കൊണ്ടുവന്നതിൽ നിന്ന് ഒരു ബോക്സ് അങ്ങനെ ഇട്ട് ഇനി ഒരു പകുതിയും കൂടി ഇട്ടാൽ ഒരു 2 തേങ്ങൻ്റെ അത്ര ആവും. അപ്പോൾ ഒരു അരഭാഗവും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില, ഒരു 5-6 സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത്. വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. ഓരോരോ ആൾക്കാർ ഓരോരോ വിധത്തിലാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതൊരു വീഡിയോ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിതുവരെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെ വീട്ടിലൊന്നും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കലും ഇല്ല. അപ്പം ഞാനിപ്പോൾ ദുബൈയിൽ വന്നപ്പോൾ മോൾക്ക് നാട്ടിൽ നിന്ന് കൊടുത്തയച്ച ചമ്മന്തിപ്പൊടിയൊക്കെ കഴിച്ചപ്പോൾ എനിക്കും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ തോന്നി. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കറിവേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പേപ്പറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടി. പിന്നെ ഒരു വലിയ നെല്ലിക്കൻ്റെ അത്രയുള്ള പുളി. അപ്പോൾ നമ്മളെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു 5-6 ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 2 തേങ്ങ, എൻ്റെ കയ്യിൽ ഒരു പിടി കറിവേപ്പില എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കുറച്ചൊന്ന് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിടണം. പിന്നെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ചെറിയ ഇതിൽ തന്നെ വറുത്തിട്ട് ഒരു 10-40 മിനിറ്റ് വേണ്ടി വരും ഇത് വറുത്തെടുക്കാൻ വേണ്ടി. എൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത ഒരു പിടി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് റെഡിയായി വരണമെങ്കിൽ 10-40 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക ഒരു 2-3 മിനിറ്റ്. പിന്നെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് അടുത്ത് തന്നെ നിന്നിട്ട് ഇളക്കിക്കൊണ്ട് വേണം ഇത് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് ആ പണിയും കൂടി എടുക്കുക അതിൻ്റെ കൂടെ. 10-45 മിനിറ്റ് വേസ്റ്റ് ആവില്ലല്ലോ. അപ്പം ഞാൻ 4 മണിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ആൾ വേണം. ഇത് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കണം, എന്നാലേ ചമ്മന്തിപ്പൊടി നല്ല ഉണ്ടാവുള്ളൂ. നല്ല റോസ്റ്റാണോ. അപ്പം ഞാൻ ഇപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇതാ ചെറുങ്ങനെ നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഏകദേശം റോസ്റ്റായിട്ട് വന്ന് കറിവേപ്പിലയും തേങ്ങയാണ് ഇപ്പോൾ റോസ്റ്റാക്കിയിട്ടുള്ളത്. ഇപ്പം 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ വീട്ടിലുണ്ടാകുന്ന സാധനം തന്നെയാണ്. ഇനി നമുക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടാം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് കായമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് പുളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ചേർക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം നമുക്ക് പൊടികളെല്ലാം ചേർക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനിപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഓഫാക്കിയതിന് ശേഷമാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയെല്ലാം ചേർത്തത്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഒച്ച വരുന്ന പോലത്തെ ഫ്രൈ ആണോ. അപ്പോൾ ഇത് നമ്മൾ വറക്കുമ്പോൾ നല്ല ഒച്ചയെല്ലാം വരുന്നുണ്ട്. കറിവേപ്പിലയെല്ലാം നല്ല റോസ്റ്റായിട്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ സാധനം നമ്മളിതിൽ ഇടുന്നുള്ളൂ. പുളി ഇട്ടിട്ടുണ്ട്, അതും കൂടി നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പ് വളരെ കുറച്ചേ ഇടാൻ പാടുള്ളൂ, കൂടിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കൊരു ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് 2 പ്രാവശ്യം ക്രഷ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ അരയാനൊന്നും പാടില്ല, അപ്പോൾ നല്ല ഉണ്ടാവില്ല. അപ്പോൾ ഒരു ബോട്ടിൽ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മതിയാവും. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.